നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് അകറ്റി നിർത്താം രോഗങ്ങളെ. പേരിൽ തന്നെ ഉണ്ടല്ലേ, രോഗവുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗമാണ്. PSCക്ക് ഒരുപാട് കാര്യങ്ങൾ രോഗങ്ങളെ കുറിച്ച് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൽ PSC നമ്മളോട് LPSA UPSC എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ പാഠഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം മക്കളെ, ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് എലിപ്പനി. എന്താണ് എലിപ്പനി? ഒന്ന് നമുക്കറിയാവുന്നതാണ്, എലി, നായ്ക്കൾ, ഇങ്ങനെയുള്ള എലികളുടെയും നായ്ക്കളുടെ ഒക്കെ മൂത്രത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എന്തെത്തിച്ചേരാം? ഒരു ബാക്ടീരിയ എത്തിച്ചേരാം. ആ ബാക്ടീരിയ ആണ് ഇത് ലെപ്റ്റോസ്പൈറ. അടിവരയിട്ട് വെച്ച് പഠിച്ചോളെ. ലെപ്റ്റോസ്പൈറ എന്നത് എന്താണ്? ഒരു ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലം, അല്ലെങ്കിൽ ആ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ രക്തത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീര കലകളെയൊക്കെ ബാധിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാവുന്ന രോഗമാണ് ഏത്? ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി എന്ന് വിളിക്കും. സോ എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിന് കാരണമാരാ? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമാണ് എലിപ്പനി ഉണ്ടാവുന്നത്. ബലി നങ്ങ പഠിച്ചു വെച്ചോ. ബാക്ടീരിയ മൂലം എന്തുണ്ടാവുന്നു? എലിപ്പനി ഉണ്ടാവുന്നു. ഉണ്ടാകാൻ കാരണമായ ബാക്ടീരിയ ആണ് ഇത് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ എത്തിച്ചേരുകയും അത് നമ്മുടെ കലകളെയൊക്കെ വ്യാപിച്ച് നമുക്ക് ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ് ഇത് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, തലവേദനയും പനിയും ഉണ്ടാകും. അത് മാത്രമല്ല പേശികളിൽ വേദന ഉണ്ടാകുന്നു, കണ്ണിന് ചുവപ്പുണ്ടാകുന്നു. എന്തിനേറെ പറയുന്നു മക്കളെ, ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. മനസ്സിലാക്കി വെക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇത് ആന്തരിക രക്തസ്രാവം. ആന്തരിക രക്തസ്രാവം ഒക്കെ ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ് ഇത് എലിപ്പനി. ഒരു ബാക്ടീരിയ രോഗമാണ്. ആ ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ. സോ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലം നമുക്കുണ്ടാവുന്ന രോഗമാണ് ഇത് എലിപ്പനി. എന്നാൽ രണ്ടാമത്തെ രോഗമാണ് ഇത് ഡിഫ്തീരിയ. ഡിഫ്തീരിയയും ഒരു ബാക്ടീരിയ രോഗമാണ്. പച്ച മലയാളത്തിൽ നമ്മൾ തൊണ്ടമുള്ള് എന്നൊക്കെ വിളിക്കും. തൊണ്ടമുള്ള് അഥവാ ഡിഫ്തീരിയ. ഡിഫ്തീരിയയ്ക്ക് കാരണം ആരാ? ഒരു ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ? കോറിനിയം ബാക്ടീരിയ. കോറിനിയം ബാക്ടീരിയ വഴി, കേട്ടോളാം മക്കളെ, കോറിനിയം ബാക്ടീരിയ ഡിഫ്തീരിയ എന്നൊക്കെ വിളിക്കും. കോറിനിയം ബാക്ടീരിയ. സോ കോറിനിയം ബാക്ടീരിയ വഴി നമുക്കുണ്ടാവുന്ന, കോറിനിയം ബാക്ടീരിയ മൂലം നമുക്കുണ്ടാവുന്ന രോഗമാണ് ഇത് ഡിഫ്തീരിയ അഥവാ പച്ച മലയാളത്തിൽ തൊണ്ടമുള്ള് എന്ന് വിളിക്കും. അതായത് മക്കളെ, നമ്മുടെ മൂക്കിലും നമ്മുടെ നാസഗ്രാഹിയിലൊക്കെ കാണപ്പെടുന്ന, മൂക്കിലും തൊണ്ടയിലും, അങ്ങനെ മനസ്സിലാക്കി വെക്കുക, മൂക്കിലും തൊണ്ടയിലൊക്കെ കാണപ്പെടുന്ന ശ്ലേഷ്മ സ്തരത്തെയാണ് ആര് ബാധിക്കുന്നത്? കോറിനിയം ബാക്ടീരിയം ഡിഫ്തീരിയ എന്നറിയപ്പെടുന്ന ഈ ബാക്ടീരിയ ബാധിക്കുന്നത്. മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ മൂക്കിലെയും തൊണ്ടയിലെയും ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഇത് കോറിനിയം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഡിഫ്തീരിയ അഥവാ പച്ച മലയാളത്തിൽ തൊണ്ടമുള്ള്. ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ DPT വാക്സിൻ, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമയാണ്. സോ ഇവയ്ക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് ഇത് DPT വാക്സിൻ. എന്തിനെതിരെ? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് എന്നിവയ്ക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് ഇത് DPT വാക്സിൻ. ഇനി മനസ്സിലാക്കി വെക്കുക, മൂന്നാമത്തെ രോഗമാണ് ഇത് ക്ഷയരോഗം. ക്ഷയരോഗത്തിനും കാരണം ആരാ? ബാക്ടീരിയ തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന 3 രോഗത്തിനും കാരണം ബാക്ടീരിയ ആണ്. ഏതൊക്കെയാണത്? ഒന്ന് എലിപ്പനി. ഏതായിരുന്നു ബാക്ടീരിയ? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ. രണ്ടാമത്തെ ബാക്ടീരിയ ആണ് ഇത് കോറിനിയം ബാക്ടീരിയ. അതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്. ശ്ലേഷ്മസ്തരത്തെയാണ് ബാധിക്കുന്നത്. തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഇത് നമ്മുടെ ഡിഫ്തീരിയ. ആ ഡിഫ്തീരിയ വിളിച്ച മറ്റൊരു പേരാണിത് തൊണ്ടമുള്ള് എന്ന് വിളിക്കും. എന്നാൽ മൂന്നാമത്തെ രോഗമാണ് ഇത് ക്ഷയരോഗം. അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ഷയരോഗത്തിന്റെ പ്രത്യേകത ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് തന്നെ, ഒരു ബോക്സ് തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു. അങ്ങനെ ബോക്സിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ PSC ഒരുപാട് വട്ടം ചോദിച്ചതാ. സോ ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ഷയരോഗത്തിന് കാരണം ആരാ? ക്ഷയരോഗത്തിന് കാരണം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലം നമുക്കുണ്ടാവുന്ന രോഗമാണ് ഇത് ക്ഷയം അഥവാ TB. ട്യൂബർകുലോസിസ്. ക്ഷയം അഥവാ TBക്ക് കാരണമാരാ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. എടാ, ഒരു ക്ഷയരോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ എന്ത് സംഭവിക്കുന്നു? വായുവിലൂടെ ഈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന രോഗാണു നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കും. അപ്പം വായുവിലൂടെ പകരുന്ന രോഗമാണ് ഇത്
ക്ഷയം കാരണമായ രോഗാണുവാണ് ഇത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പ്രധാനമായിട്ടും നമ്മുടെ ശ്വാസകോശത്തെയൊക്കെ ബാധിക്കുന്നത്, പിന്നീട് നമ്മുടെ ബ്രെയിനെയൊക്കെ ബാധിക്കും. എനിവേ എന്താണെങ്കിലും ശരി, പ്രധാനമായിട്ടും ശ്വാസകോശത്തെ ബാധിക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലം വായുവിലൂടെ പകരുന്ന രോഗമാണ് ഇത് നമ്മുടെ TB അഥവാ പച്ച മലയാളത്തിൽ ക്ഷയം എന്ന് വിളിക്കും അല്ലേ. പ്രധാനപ്പെട്ട ലക്ഷണം അത് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണിത്, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയും. ബോഡി ക്ഷയിച്ച് വെയിറ്റ് കുറഞ്ഞു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി തുടർച്ചയായി 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ നിങ്ങൾക്കുണ്ടോ? അതെന്തിന് സാധ്യതയാണ്? അത് എന്തിന്റെ ലക്ഷണമാണ്? TBയുടെ ലക്ഷണമായേക്കാം. 2 ആഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന ചുമ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് TBയുടെ ലക്ഷണമായേക്കാം. ഇനി ആരും പേടിക്കൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുന്നാൽ മതി, ആവശ്യത്തിന് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ മതി. കൃത്യമായ ട്രീറ്റ്മെന്റ് നമുക്കുണ്ട്. ആ ട്രീറ്റ്മെന്റ് ആണെന്ത്? ഡോട്ട്സ് ട്രീറ്റ്മെന്റ്. ഓർത്ത് വെച്ചോളെ, ഡോട്ട്സ് ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് എന്ത് പരിഹരിക്കാം? 2 മുതൽ 9 മാസം വരെ തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇത് ഡോട്ട്സ് ട്രീറ്റ്മെന്റ്. ആ ഡോട്ട്സ് ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് എന്ത് പരിഹരിച്ചെടുക്കാം? TB പരിഹരിച്ചെടുക്കാം. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ TB സ്വാഭാവികമായിട്ടും ഡോട്ട്സ് ട്രീറ്റ്മെന്റിലൂടെ പരിഹരിക്കാമെങ്കിലും നമ്മൾ TBക്കെതിരെ വാക്സിൻ ഉപയോഗിക്കാറില്ലേ? ജനിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ വാക്സിൻ അതേത് വാക്സിൻ? BCG വാക്സിൻ. എന്തിനെതിരെയാണ്? TBക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് ഇത് BCG വാക്സിൻ. ഇതിൽ BCGയുടെ ഫുൾ ഫോം ഒന്നും ഓർത്ത് വെച്ചോളെ, വേറൊന്നുമല്ല. B മീൻസ് ബാസിലസ്. ബാസിലസ് എന്താണ് ബാസിലസ്? ബാസിലസ് ബാക്ടീരിയ ആണ്. റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയ വിളിക്കുന്നവരാണിത് ബാസിലസ് ബാക്ടീരിയ. ആ ബാസിലസ് ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെ? കാൽമെറ്റ് ആൻഡ് ഗ്യൂറിൻ. 2 വ്യക്തികളാണ്, 2 ആൾക്കാർ. കാൽമെറ്റും ഗ്യൂറിനും നിർമ്മിച്ചെടുത്ത വാക്സിൻ ആണ് ഇത് നമ്മൾ BCG വാക്സിൻ എന്ന് വിളിക്കുന്നത്. ബാസിലസ് ബാക്ടീരിയ, കാൽമെറ്റ് ആൻഡ് ഗ്യൂറിൻ ഇവർ നിർമ്മിച്ചെടുത്ത വാക്സിൻ ആണ് ഇത് BCG വാക്സിൻ എന്നറിയപ്പെടുന്നത്. ഏത് രോഗത്തിനെതിരെ? ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്നു. എന്നാൽ ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത് ഡോട്ട്സ് ട്രീറ്റ്മെന്റ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ച മക്കളെ, ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആന്റിബയോട്ടിക് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആന്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇത് നമ്മുടെ ഡോട്ട്സ് ട്രീറ്റ്മെന്റ് എന്നറിയപ്പെടുന്നത്. അത് മാത്രമല്ല, കാരണമായ ബാക്ടീരിയ ആണ് ഇത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ. പകരുന്ന ഇത് വഴിയാ? വായു വഴി. ഞാനൊരു ക്ഷയരോഗിയാണെന്ന് കരുതുക. ഞാൻ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ എന്ത് ചെയ്യുന്നുണ്ട്? ലക്ഷക്കണക്കിന് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ആവുന്നു. തൊട്ടു മുന്നിൽ നിങ്ങൾ നിൽക്കുന്നു, നിങ്ങളിലേക്കും ആ രോഗാണു എത്തിച്ചേരുന്നു. അതായത് വായുവിലൂടെ നിങ്ങളിൽ എത്തിയോ? പ്രധാനമായിട്ടും എന്തിനെ ബാധിക്കുന്നു? നിങ്ങളുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നു. തൽഫലമായിട്ട് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറഞ്ഞു പോകുന്നു. അത് മാത്രമല്ല, 2 ആഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന ചുമയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? TBയുടെ ലക്ഷണമാണ്. ഇനി അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക, TB വന്നാൽ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്താം. സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആന്റിബയോട്ടിക് നോർമലി 2 മുതൽ 9 മാസം വരെ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടുള്ള ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിന്റെ പേരാണെന്ത്? ഡോട്ട്സ് ട്രീറ്റ്മെന്റ്. ഇനി അത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതിനെതിരെ വാക്സിൻ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അല്ലെ. ആ വാക്സിന്റെ പേരാണെന്ത്? BCG. B മീൻസ് ബാസിലസ് ആണ്. ബാക്ടീരിയ, ബാസിലസ് റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയ വിളിക്കുന്ന പേരാണെന്ത്? ബാസിലസ് ബാക്ടീരിയ എന്ന് വിളിക്കും. അതോടൊപ്പം തന്നെ അത് നിർമ്മിച്ചെടുത്തത് കാൽമെറ്റും ഗ്യൂറിനുമാണ്. സോ ഇവർ 2 പേരും നിർമ്മിച്ചെടുത്തോണ്ട് അവരോടുള്ള സ്നേഹം കാരണം അല്ലെങ്കിൽ അവരോടുള്ള ആദരപൂർവ്വം നമ്മൾ ആ വാക്സിൻ എന്ത് വിളിച്ചു? BCG വാക്സിൻ എന്ന് വിളിച്ചു. അപ്പൊ BCG വാക്സിൻ എന്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ്? TBക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്സിൻ ആണ്. ദ നെക്സ്റ്റ് വൺ, മന്ത്. എന്താണ് മന്ത്? മക്കളെ, നമുക്കറിയാം നമ്മുടെ കൊതുകുകൾ ഓഗസ്റ്റ് 20 മറക്കരുത്, കൊതുകിടയാണ്. കൊതുകിട ഓഗസ്റ്റ് 20. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ, ഈ മന്തിന്റെ പ്രത്യേകത, രോഗാണുവിന്റെ പേരാണെന്ത്? ഫൈലേറിയൻ വിരകൾ. ഈ ഫൈലേറിയൻ വിരകളെയും വഹിച്ചിട്ട് ആര് വരുന്നു? ക്യൂലക്സ് കൊതുകുകൾ വരുന്നു. ക്യൂലക്സ് പെൺവർഗത്തിൽപ്പെട്ട കൊതുകുകൾ ഫൈലേറിയൻ വിരകളെയും വഹിച്ച് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നു. നമ്മുടെ ബോഡിയിൽ കൊത്തുന്നു. കുത്തിയോ? ഏത് വിരയുണ്ട്? ഫൈലേറിയൻ വിര നമ്മുടെ ബോഡിയിൽ കുത്തിവെച്ച് തരില്ലേ? ആ ഫൈലേറിയൻ വിര എവിടെ വളരുന്നു? നമ്മുടെ ലിംഫ് വാഹികളിൽ വളരുന്നു. ലിംഫ് വാഹികളാണ്. ഒന്നും കൂടെ പറയാം, ക്യൂലക്സ് കൊതുകുകൾ ഫൈലേറിയൻ വിരയും കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ആ ഫൈലേറിയൻ വിര നമ്മുടെ ലിംഫ് വാഹികളിൽ വെച്ച് വളരുന്നു. അങ്ങനെ ഫൈലേറിയൻ വിര വളർന്ന് ഇതിലൂടെയുള്ള ലിംഫിന്റെ ഒഴുക്കൊക്കെ തടസ്സപ്പെടും. തൽഫലമായിട്ട് ഈ ഭാഗം എന്താവുന്നു? അങ്ങ് വീങ്ങി തടിക്കുന്നു. സോ ഈ അവസ്ഥയെ വിളിക്കുന്നവരാണെന്ത്? മന്ത് എന്ന് വിളിക്കും. അപ്പൊ മന്തിന് കാരണമാരാണ്? ഫൈലേറിയൻ വിരകളാണ്. ഏത് ജീവിയാണ് പരത്തുന്നത്? വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊതുകുകളാണ്. ഏത് കൊതുക്? ക്യൂലക്സ് പെൺകൊതുകുകൾ. മറക്കരുതേ, ക്യൂലക്സ് പെൺകൊതുകുകളിലൂടെ എന്തുണ്ടാകുന്നു?
മന്ത് നമുക്കുണ്ടാകുന്നു. സോ അങ്കിള് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡാറ്റ, യെസ്, ദ വെരി ഇമ്പോർട്ടന്റ് വൺ. ഓർത്ത് വെച്ചോ, ഒരുപാട് വട്ടം PS ചോദിച്ച ചോദ്യങ്ങൾ അത് ഈ ഭാഗത്തു നിന്നായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഒന്നാമത്തെ രോഗം ന്യൂമോകോണിയോസിസ്. ഒന്നാമത്തെ രോഗമാണ് ഇത്, ന്യൂമോകോണിയോസിസ്. എന്താണ് കാരണം? എടാ, കൽക്കരി ഖനിയിലെ കൽക്കരി ഖനി, ആ കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവരുടെ ശരീരത്തിൽ എന്ത്, അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് അടിഞ്ഞുകൂടുന്നു? കൽക്കരി പൊടികളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്ന രോഗാവസ്ഥയാണ് ഇത്, ന്യൂമോകോണിയോസിസ്. ശ്വാസകോശം കറുത്തിരുണ്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ന്യൂമോകോണിയോസിസിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ബ്ലാക്ക് ലങ് ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ബ്ലാക്ക് ലങ് ഡിസോർഡർ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ന്യൂമോകോണിയോസിസ് എന്തിന്റെ ഫലമായിട്ടാണ്? കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന രോഗമാണ് ഇത്, ന്യൂമോകോണിയോസിസ്. കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന രോഗമാണ് ഇത്, ന്യൂമോകോണിയോസിസ്. വ്യക്തമായിട്ട് പഠിച്ചോ, കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. എന്നാൽ രണ്ടാമത്തെ രോഗം, അതിപ്രധാനപ്പെട്ട മറ്റൊരു രോഗം, അതായത് സ്വർണം, ടിന്ന്, മൈക്ക തുടങ്ങിയ ഖനികളിൽ, സ്വർണം, ടിന്ന്, മൈക്ക തുടങ്ങിയ ഖനികളിലും അതേപോലെ തന്നെ ക്വാറി, പോട്ടറി, സിറാമിക്സ് എന്നിവിടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന അടുത്ത രോഗമാണ് ഇത്, സിലിക്ക അടിഞ്ഞുകൂടിയിട്ട്, ശ്വാസകോശത്തിൽ സിലിക്ക അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്ന രോഗമാണ് ഇത്, സിലിക്കോസിസ്. സിലിക്ക അടിഞ്ഞാൽ സിലിക്കോസിസ് ആണ് ഉണ്ടാവുക, അത് നമുക്കറിയാം. പക്ഷെ പഠിച്ചു വെക്കേണ്ടത് സ്വർണം, ടിന്ന്, മൈക്ക തുടങ്ങിയ ഖനികളിലും അതോടൊപ്പം തന്നെ കോറി, പോട്ടറി, സിറാമിക്സ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത്, സിലിക്കോസിസ്. അവരുടെ ശ്വാസകോശത്തിൽ എന്തടിഞ്ഞുകൂടുന്നു? സിലിക്ക അടിഞ്ഞുകൂടുന്നു. ക്ലിയർ ആണോ? പഠിച്ചോ? ഒന്നാമത്തെ രോഗം ന്യൂമോകോണിയോസിസ് ആണെങ്കിൽ രണ്ടാമത്തെ രോഗം സിലിക്കോസിസ്. ഇനി മൂന്നാമത്തെ രോഗം നിങ്ങൾക്കറിയാം, അസ്ബസ്റ്റോസിസ്. എന്താണ് അസ്ബസ്റ്റോസിസ്? സ്വാഭാവികമായിട്ടും അസ്ബസ്റ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന രോഗമാണ് ഇത്, അസ്ബസ്റ്റോസിസ്. ഈ മൂന്ന് രോഗവും അടിവരയിട്ട് വെച്ച് പഠിച്ചു വെച്ചോ, ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, അസ്ബസ്റ്റോസിസ്. ഓക്കെ ആണല്ലോ? അടുത്തലേക്ക് പോയിക്കോട്ടെ. ലിസൺ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സോ അടുത്തത് ഇതായിരുന്നു കഴിഞ്ഞ LPST, UPST കാരോട് ചോദിച്ച 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ഫാറ്റി ലിവർ ആണ്. വളരെ സിമ്പിളായ ചോദ്യമാണ്. ഇത്തരത്തിൽ വളരെ സിമ്പിളായാൽ നമുക്ക് വളരെ ഗുണമാവും. അതോടൊപ്പം തന്നെ മറക്കരുത്, മറ്റുള്ള ഡാറ്റകളും പഠിച്ചു വെക്കുക. സോ ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന മൂലം ഉണ്ടാകുന്ന രോഗമാണെങ്കിൽ പ്രമേഹത്തിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ പറഞ്ഞതാണ്. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. പക്ഷാഘാതം, സ്ട്രോക്കും നമുക്കറിയാം. എടാ, നമ്മുടെ തലച്ചോറിലേക്കെല്ലാം പോകുന്ന രക്തക്കുഴലുകളിൽ എന്തെങ്കിലും അടിഞ്ഞുകൂടി എന്ന് കരുതുക. രക്തക്കുഴൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടി കഴിഞ്ഞാൽ രക്തക്കുഴൽ എന്താകും? കട്ടി കൂടില്ലേ? എടാ, രക്തക്കുഴൽ കട്ടി കൂടുന്നു. രക്തക്കുഴൽ കട്ടി കൂടുന്ന അവസ്ഥ അത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അത് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. ഇനി മനസ്സിലാക്കി വെച്ചോ, രക്തക്കുഴൽ കട്ടി കൂടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? അതീറോസ്ക്ലീറോസിസ്. രക്തക്കുഴൽ കട്ടി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊഴുപ്പോ ടാറോ കാർബൺ മോണോക്സൈഡ് എന്തെങ്കിലും അടിഞ്ഞുകൂടി രക്തക്കുഴൽ കട്ടി കൂടുന്നു. അങ്ങനെ രക്തക്കുഴൽ കട്ടി കൂടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അതീറോസ്ക്ലീറോസിസ് എന്ന് വിളിക്കും. കട്ടി കൂടിക്കഴിഞ്ഞാൽ രക്തക്കുഴലിന്റെ ഇലാസ്തികത നഷ്ടപ്പെടും മക്കളെ. ഇലാസ്തികത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രക്തക്കുഴൽ ഒന്നെങ്കിൽ പൊട്ടും. അങ്ങനെ രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയെ വിളിക്കുന്നവരാണെന്ത്? രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയെ വിളിക്കുന്നവരാണെന്ത്? ഹെമറേജ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഹെമറേജ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി അവിടെ രക്തം കട്ടപ്പിടിക്കാൻ സാധ്യതയുണ്ട്. രക്തം കട്ടപ്പിടിക്കുന്ന അവസ്ഥയെ വിളിക്കുന്നവരാണെന്ത്? ത്രോംബോസിസ്. എന്ത് വിളിക്കുന്നു? ത്രോംബോസിസ്. കട്ടപ്പിടിക്കുന്നതാണ് ത്രോംബോസിസ്. നമുക്കറിയാം, കട്ടയാണ് നമ്മൾ ത്രോ ചെയ്യുക. രക്തം കട്ടപ്പിടിക്കുന്നത് ത്രോംബോസിസ്. എന്നാൽ രക്തക്കുഴൽ പൊട്ടുന്നത് ഹെമറേജ്. ഹാമർ ഉപയോഗിച്ചിട്ടല്ലേ പൊട്ടിക്കുക. സോ രക്തക്കുഴൽ പൊട്ടുന്ന അവസ്ഥയാണെന്ത്? ഹെമറേജ്. രക്തക്കുഴൽ കട്ടപ്പിടിക്കുന്ന അവസ്ഥയാണെന്ത്? ത്രോംബോസിസ്. ഇങ്ങനെ രക്തക്കുഴൽ കട്ടപ്പിടിച്ചാലോ അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിയാലോ നമ്മുടെ തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തുമോ? ഓക്സിജൻ എത്തില്ല. അങ്ങനെ തലച്ചോറിലെ കലകൾക്ക് എന്ത് സംഭവിക്കുന്നു? നാശം സംഭവിക്കുന്നു. മനസ്സിലാക്കി വെച്ചോളെ. മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടുന്നതോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതോ, അതായത് രക്തം കട്ടപ്പിടിക്കുന്നത് മൂലം തലച്ചോറിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കലകൾ നശിക്കില്ലേ? ആ രോഗാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് വിളിക്കും. ഓക്കെ. എന്നാൽ മൂന്നാമത്തതാണെന്ത്?
അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. സോ നമ്മൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്നിവിടെ പറയാം. നമുക്കറിയാം നമ്മുടെ BP എത്രയാണ്? BP നോർമലി നമ്മുടെ BP 120/80 മില്ലിമീറ്റർ മെർക്കുറി അല്ലേ മക്കളെ? ഈ BP സ്ഥിരമായിട്ട് നമ്മുടെ BP അങ്ങ് കൂടുക. നോർമലി നമ്മുടെ BP കൂടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്നവരാണെന്ത്? അമിത രക്തസമ്മർദ്ദം എന്ന് വിളിക്കും. അതായത് ഹൈപ്പർ ടെൻഷൻ. എന്ത് മൂലം ഉണ്ടാവുന്നത്? നമ്മുടെ രക്തക്കുഴലിൽ സ്വാഭാവികമായിട്ടും സോഡിയം ലവണങ്ങളൊക്കെ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? രക്തധമനികളിൽ മർദ്ദം കൂടുന്നു. അങ്ങനെ ധമനികളിൽ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ, അല്ല നമുക്ക് ഇങ്ങനെ പറയാം, കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം രക്തധമനികളുടെ വ്യാസം കുറയുന്നു. വ്യാസം കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യുന്നു? രക്തം ധമനികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉയർന്ന മർദ്ദം രേഖപ്പെടുത്തില്ലേ? ആ ഉയർന്ന മർദ്ദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അമിത രക്തസമ്മർദ്ദം എന്ന് വിളിക്കുക. വളരെ സിമ്പിൾ ഡിസോർഡർ ആണ്, മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ രക്തക്കുഴലാണിത്. ഈ രക്തക്കുഴലിലൂടെ രക്തം ഒഴുകേണ്ടതാണ്. എന്നാൽ ഇവിടെ കുറെ കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നോർമലി ഇവിടെയുള്ള രക്തക്കുഴലിന്റെ വ്യാസം കുറയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു രക്തക്കുഴൽ കട്ടി കൂടി അതിന്റെ വ്യാസം കുറയുന്നു. വ്യാസം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടിയ രക്തം അതിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉയർന്ന മർദ്ദമല്ലേ രേഖപ്പെടുത്തുക? അതിനെയാണ് ധമനികളിലാണ് ധമനികളിൽ രേഖപ്പെടുത്തുന്ന മർദ്ദത്തെയാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ അങ്ങനെ ധമനികളിൽ ഉയർന്ന മർദ്ദം രേഖപ്പെടുത്തുന്ന അവസ്ഥയെ വിളിക്കുന്നവരാണെന്ത്? അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. നിശബ്ദനായ കൊലയാളി എന്നും എന്തറിയപ്പെടുന്നു? ഹൈപ്പർ ടെൻഷൻ അറിയപ്പെടുന്നു. പഠിച്ചു വെച്ചോ. സോ ദ നെക്സ്റ്റ് വൺ, ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലാണ് ഇത് കൊറോണറി ആർട്ടറി. കൊറോണറി ആണ്, കൊറോണറി. ഹൃദയത്തിലെ പേശികൾക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് ഇത് കൊറോണറി ആർട്ടറി. ആ കൊറോണറി ആർട്ടറിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഹൃദയത്തിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുമോ? തൽഫലമായിട്ട് ആ കലകൾ നശിച്ചു പോകുന്ന രോഗാവസ്ഥയാണെന്ത്? ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് VSC. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തവണ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഫാറ്റി ലിവർ. ഇനിയും ചോദിക്കും. സോ വെരി ഇമ്പോർട്ടന്റ് വൺ. ലിസൺ, ശ്രദ്ധിക്കും. ദ നെക്സ്റ്റ് വൺ, അതായത് ജീവികൾക്ക് മറ്റ് ജീവജാലങ്ങൾക്ക് ഉണ്ടാവുന്ന രോഗാവസ്ഥ ആന്ത്രാക്സ്, അകിട് വീക്കം. പഠിച്ചു വെച്ചോ. ആന്ത്രാക്സും അകിട് വീക്കത്തിനും കാരണം ആരാ? ബാക്ടീരിയ ആണ്. ആന്ത്രാക്സിനും അകിട് വീക്കത്തിന് കാരണം ബാക്ടീരിയ ആണ്. ആന്ത്രാക്സ്, അകിട് വീക്കം ആരാണ്? ബാക്ടീരിയ ആണ്. എന്നാൽ കുളമ്പ് രോഗത്തിന്, നമുക്കറിയാം കന്നുകാലി കുളമ്പ് രോഗയില്ലേ? ആ കുളമ്പ് രോഗത്തിന് കാരണം ആരാ? വൈറസ് ആണ്. അത് മറക്കണ്ട. കുവൈത്ത് എന്നങ്ങനെ പഠിച്ചു വെച്ചോ. കുവൈത്ത് കുളമ്പ് രോഗത്തിന് കാരണം വൈറസ് ആണ്. ആന്ത്രാക്സിനും അകിട് വീക്കത്തിന് കാരണം ബാക്ടീരിയ ആണ്. ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കി വെച്ചോ. ആന്ത്രാക്സിനും അകിട് വീക്കത്തിന് കാരണം ആരാ? ബാക്ടീരിയ ആണ്. സോ ആന്ത്രാക്സിനും അകിട് വീക്കത്തിന് കാരണം ബാക്ടീരിയ ആണ്. മറക്കരുതേ. ആന്ത്രാക്സ്, അകിട് വീക്കം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണെങ്കിൽ കുളമ്പ് രോഗം എന്ത് രോഗമാണ്? ഏത് രോഗമാണ്? വൈറസ് ആണ് കുളമ്പ് രോഗത്തിന് കാരണം. അടുത്ത നമുക്ക് പഠിക്കാം. ബാക്ടീരിയ മൂലം ആർക്കുണ്ടാവുന്ന, സസ്യങ്ങൾക്കുണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നെൽച്ചെടിയിൽ ഉണ്ടാവുന്ന ബ്ലൈറ്റ് രോഗം. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. നെൽച്ചെടിയിൽ ഉണ്ടാവുന്ന ബ്ലൈറ്റ് രോഗത്തിനും അതേപോലെ തന്നെ വഴുതനയിലെ വാട്ടരോഗത്തിനും കാരണം, വഴുതനയിലെ വാട്ടരോഗത്തിനും നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിനും കാരണമാരാ? ബാക്ടീരിയ ആണ്. സോ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. ബ്ലൈറ്റ് രോഗത്തിനും വാട്ടരോഗത്തിനും കാരണം ബാക്ടീരിയ ആണ്. ദ നെക്സ്റ്റ് വൺ, വൈറസ് മൂലം പയറുചെടിയിലും മരച്ചീനിയിലും ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് മൊസൈക്ക്. സോ വൈറസ് മൂലം പയറിലും മരച്ചീനിയിലും ഉണ്ടാകുന്ന രോഗം മൊസൈക്ക് ആണെങ്കിൽ വാഴയിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത് കുറുനാമ്പ് രോഗം. കുറുനാമ്പ് രോഗത്തിന് കാരണമാരാ? വൈറസ് ആണ്. വൈറസ് കുറുമ്പനാണ് എന്നങ്ങനെ ഓർത്ത് വെച്ചോ. കുറുനാമ്പ് രോഗം വാഴയിലാണ് ഉണ്ടാവുന്നത്. ആരിലൂടെ? വൈറസിലൂടെ. ദ നെക്സ്റ്റ് ഡിസോർഡർ, ഫംഗസ് മൂലം കുരുമുളകിന്റെ ദ്രുതവാട്ടം. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. നിങ്ങളോട് തന്നെ ചോദിച്ചാ ദ്രുതവാട്ടത്തിന് കാരണമാരാ? ദ്രുതവാട്ടത്തിന് കാരണം ഫംഗസ് ആണ്. ആരിലുണ്ടാവുന്നതാണ്? കുരുമുളകിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. കാരണക്കാരൻ ഫംഗസ് ആണ്. അതേ ഫംഗസ് മൂലം ഉണ്ടാകുന്ന മറ്റു രോഗമാണ് ഇത് തെങ്ങിന്റെ കൂമ്പുചീയലിന് കാരണം ഫംഗസ് ആണ്. അതേപോലെ തന്നെ കുരുമുളകിന്റെ ദ്രുതവാട്ടത്തിന് കാരണം ആരാണ്? ഫംഗസ് ആണ്. ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാറ്റകളെ കുറിച്ചൊക്കെ ആപ്പിനകത്ത് വിശദമായിട്ടുണ്ട്. എനിവേ ഈ ബേസിക് ആയ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ബേസിക് ആയ കാര്യമെങ്കിലും പഠിക്കണം, മറക്കരുത്. അപ്പം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ വഴി സസ്യങ്ങളെ ബാധിക്കുന്ന രോഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആണ്.
പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഈ പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്ന പാഠത്തിലൂടെ എന്ത് മനസ്സിലാക്കാം? നമ്മുടെ പ്രതിരോധ ശേഷിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പ്രതിരോധ ശേഷി പ്രധാനമായിട്ടും എത്ര തരത്തിലുണ്ട് മക്കളെ? പ്രതിരോധ ശേഷിയെ പ്രധാനമായിട്ടും രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്? പൊതുവായ പ്രതിരോധം, മറ്റൊന്നാണ് ഇത് പ്രത്യേക പ്രതിരോധം. പൊതുവായ പ്രതിരോധം എന്നും പ്രത്യേക പ്രതിരോധം, പ്രതിരോധ ശേഷിയെ രണ്ടാക്കി തരംതിരിച്ചിരിക്കുന്നു. അതിൽ പൊതുവായ പ്രതിരോധ ശേഷി ഏതൊക്കെയാണ്? പ്രത്യേക പ്രതിരോധ ശേഷി ആര് പ്രദാനം ചെയ്യുന്നു? നമുക്ക് പഠിക്കണ്ടേ? സോ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രതിരോധ ശേഷിയെ പ്രധാനമായിട്ടും രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഭാഗം, അതായത് പ്രതിരോധ ശേഷിയുടെ പ്രത്യേകത. നമ്മുടെ പ്രതിരോധ ശേഷിയെ പ്രധാനമായിട്ടും രണ്ടാക്കി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പൊതുവായ പ്രതിരോധമാണെങ്കിൽ മറ്റത് പ്രത്യേക പ്രതിരോധമാണ്. ഇവിടെ പറയാനുള്ള പൊതുവായ പ്രതിരോധത്തിന്റെ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ രക്തം കട്ടപ്പിടിക്കൽ പ്രക്രിയ, പനി, ദെൻ നമ്മുടെ ത്വക്കിലെ ഏറ്റവും പുറമേയുള്ള പാളിയായ കെരാറ്റിന്റെ പ്രതിരോധം, അതുമാത്രമല്ല ആമാശയത്തിലെ HCLന്റെ പ്രതിരോധം. സോ രക്തം കട്ടപ്പിടിക്കൽ, മുറിവുണങ്ങൽ, അതുമാത്രമല്ല മുറിഞ്ഞ ഭാഗത്ത് വീക്കം. സോ ഇങ്ങനെ വീങ്ങൽ പ്രക്രിയകളൊക്കെ, ഈ പറഞ്ഞിരിക്കുന്ന പ്രക്രിയകളൊക്കെ എന്തിന്റെ ഭാഗമാണ്? പൊതുവായ പ്രതിരോധ ശേഷിയുടെ ഭാഗമാണ്. ഒന്നുകൂടെ പറയാം, ത്വക്കിലെ കെരാറ്റിൻ പാളികളുടെ പ്രതിരോധ പ്രവർത്തനം, അതുമാത്രമല്ല നമ്മുടെ കണ്ണുനീരിലെ ലൈസോസൈമിന്റെ പ്രതിരോധ പ്രവർത്തനം, ദെൻ അതുമാത്രമല്ല ആമാശയത്തിലെ HCLന്റെ പ്രതിരോധ പ്രവർത്തനം, ദെൻ രക്തം കട്ടപ്പിടിക്കൽ പ്രക്രിയ, ദെൻ മുറിവുണങ്ങൽ പ്രക്രിയ, എന്തിനേറെ പറയുന്ന മക്കളെ നമ്മുടെ പനി, അതുമാത്രമല്ല മുറിഞ്ഞ ഭാഗത്തുണ്ടാകുന്ന വീക്കം അഥവാ വീങ്ങൽ പ്രക്രിയ. ഇതിനൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രക്രിയകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പൊതുവായ പ്രതിരോധത്തിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ലിംഫോസൈറ്റുകളുടെ പ്രതിരോധ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ലിംഫോസൈറ്റുകളുടെ പ്രതിരോധ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പ്രത്യേക പ്രതിരോധം എന്ന് വിളിക്കും. അതായത് പ്രതിരോധ ശേഷിയെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പൊതുവായത്, മറ്റത് പ്രത്യേകതയുള്ളത്. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം, നമ്മുടെ ആവശ്യമുള്ള ഡാറ്റയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള WBCകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ന്യൂട്രോഫിൽ, ബാസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. മനസ്സിലാക്കി വെച്ചോ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രക്തക്കുഴലാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന WBC ശ്വേത രക്തകോശമാണ് ഇത്, ന്യൂട്രോഫില്ലുകൾ. ഏറ്റവും കൂടുതൽ കാണുന്ന ന്യൂട്രോഫിലിന്റെ പ്രത്യേകത, ന്യൂട്രോഫില്ലുകൾ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയെ ഇതാ നോക്കേ, ഇതൊരു ന്യൂട്രോഫിലാണ്, ഇതൊരു രോഗാണുവാണെന്ന് കരുതുക. ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നു? കോശസ്ഥലത്തെ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നു. എന്നേഷം രോഗാണുവിനെ ശരീരത്തിന് കോശത്തിനുള്ളിലാക്കുന്നു. ഇത്തരത്തിൽ രോഗാണുവിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഈ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫാഗോസൈറ്റോസിസ്. അങ്ങനെ ഫാഗോസൈറ്റോസിലൂടെ ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാൻ ആർക്ക് കഴിവുണ്ട്? നമ്മുടെ ന്യൂട്രോഫിലിന് കഴിവുണ്ട്. അപ്പൊ ഒരു ശ്വേത രക്തകോശമാണ് ഇത് ന്യൂട്രോഫില്. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ ശ്വേത രക്തകോശമാണ് ഇത് ബാസോഫിൽ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന WBC ന്യൂട്രോഫിൽ ആണെങ്കിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്ന WBCകളാണ് ഇത് ബാസോഫില്ലുകൾ. ബാസോഫിലിന്റെ പ്രത്യേകത മറ്റ് ശ്വേതരക്തകോശങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രക്തക്കുഴലുകൾ വീങ്ങാൻ സഹായിക്കുന്നു. അതായത് എന്ത് സംഭവിക്കുന്നു? ഇത് നമ്മുടെ കൈയാണെന്ന് കരുതുക. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മുടെ രക്തക്കുഴലാണ്. ഈ രക്തക്കുഴലിലൂടെ എന്തൊഴുകുന്നു? രക്തം ഒഴുകുന്നുണ്ട്. ആ രക്തത്തിൽ ആരുണ്ട്? WBC ഉണ്ട്. പ്രധാനമായിട്ടും ബാസോഫില്ലുകൾ ഉണ്ട്. ആ ബാസോഫില്ല് കാരണം എന്ത് സംഭവിക്കുന്നു? മുറിഞ്ഞ ഭാഗത്തെ രക്തക്കുഴൽ വീങ്ങുന്നു. അങ്ങനെ മുറിഞ്ഞ ഭാഗത്തെ രക്തക്കുഴൽ വീങ്ങാൻ കാരണം, ബ്ലഡ് വെസൽ വീങ്ങാൻ കാരണം ബാസോഫില്ലാണ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചോളെ. ബ്ലഡ് വെസൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതാണ് ബാസോഫില്ലാണ്. എന്നാൽ മൂന്നാമത്തെ ശ്വേത രക്തകോശമാണ് ഇത് ഈസിനോഫിൽ. എന്ത് ചെയ്യുന്നു? ഓർത്ത് വെച്ചോ, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ വീങ്ങൽ പ്രതികരണം, ഇതാണ് അടിവരായിട്ട് വെച്ച് പഠിക്കേണ്ടത്. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. വീങ്ങൽ പ്രതികരണം ഉണ്ടാക്കുന്നത് ഏത് ശ്വേത രക്തകോശമാണെന്ന് ചോദിക്കും. അതാരാണ്? ഈസിനോഫിലാണ്. ഈസി ആയിട്ട് വീങ്ങും എന്ന് കരുതി വെക്കുക. ഈസി ആയിട്ട് വീങ്ങും. അടിവരായിട്ട് വെച്ച് പഠിച്ചോളെ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രക്തകോശം അഥവാ WBCകളാണ് ഇത്
നമ്മുടെ ഈസിനോഫിലുകൾ. ദ നെക്സ്റ്റ് വൺ മോണോസൈറ്റ്. മോണോസൈറ്റിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ ന്യൂട്രോഫിലിനെ കുറിച്ച് പറഞ്ഞതുപോലെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതായത് ഫാഗോസൈറ്റോസിസിന് കഴിവുള്ള മറ്റൊരു ശ്വേതരക്തകോശമാണ് ഇത് മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്തകോശമാണ് ഇത് മോണോസൈറ്റ്. അവയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഫാഗോസൈറ്റോസിസിന് കഴിവുണ്ട്. ഓർത്ത് വെക്കുക. അപ്പൊ ഫാഗോസൈറ്റോസിന് കഴിവുള്ള 2 ശ്വേതരക്തകോശങ്ങളാണ് ഇതൊക്കെ, മോണോസൈറ്റും അതേപോലെ തന്നെ ന്യൂട്രോഫിലും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നമ്മുടെ ശ്വാസകോശത്തിനകത്ത് വായുവറക്കകത്തൊക്കെ എന്തുണ്ട്? ചില സവിശേഷ കോശങ്ങൾ കാണുന്നു. ആ കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാക്രോഫേജസുകൾ എന്ന് വിളിക്കും. അവയ്ക്കും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലാക്കി വെച്ചോളെ, ശ്വാസകോശത്തിലെ പട്ടാളക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, ആരെ? മാക്രോഫേജസുകളെ. ഇനി മനസ്സിലാക്കി വെക്കാം. ദ ലാസ്റ്റ് വൺ ലിംഫോസൈറ്റ്. 5ാമത്തെ ശ്വേതരക്തകോശം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനെ? പ്രത്യേക പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നു. രോഗാണുക്കളെ മനസ്സിലാക്കിക്കൊണ്ട് രോഗാണുക്കൾക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? ചില പ്രോട്ടീനുകളായ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന ഏത് രോഗാണുവിനെയും നമ്മൾ എന്താ വിളിക്കുക? ആന്റിജൻ എന്നാണ് വിളിക്കുക. ആ ആന്റിജനുകൾക്കെതിരെ എന്ത് ചെയ്യുന്നു? ചില പ്രത്യേക പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. ആ പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണെന്ത്? ആന്റിബോഡികൾ. അപ്പൊ ആന്റിബോഡികളെ നിർമ്മിക്കാൻ ആർക്ക് കഴിവുണ്ട്? ലിംഫോസൈറ്റിന് കഴിവുണ്ട്. അതും ഏത് ലിംഫോസൈറ്റിന്? ബി ലിംഫോസൈറ്റിന്. 2 തരം ലിംഫോസൈറ്റ് ഉണ്ട്. തൈമസ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാവുന്ന ലിംഫോസൈറ്റ് ആണിത് ടി ലിംഫോസൈറ്റ് എങ്കിൽ, ബോൺ മാരോ തൈമസ് ഗ്രന്ഥിയിൽ നിന്നും പാകപ്പെടുന്ന ലിംഫോസൈറ്റ് ആണ് ഇത് ടി ലിംഫോസൈറ്റ് എങ്കിൽ, ബോൺ മാരോയിൽ നിന്ന് രൂപപ്പെടുന്ന ലിംഫോസൈറ്റ് ആണ് ഇത് ബി ലിംഫോസൈറ്റുകൾ. ആ ബി ലിംഫോസൈറ്റുകൾ ചില പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. ആ പ്രോട്ടീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആന്റിബോഡികൾ എന്ന് വിളിക്കും. ആന്റിബോഡികളുടെ പ്രത്യേകത അവ എന്തിനെതിരെ ആക്ട് ചെയ്യുന്നു? ആന്റിജനുകൾക്കെതിരെ ആക്ട് ചെയ്യുന്നു. ആരാണ് ആന്റിജൻ? നമ്മുടെ ബോഡിയിലേക്ക് കയറി വരുന്ന രോഗാണുക്കളാണ് ആര്? ആന്റിജൻ. നമ്മുടെ ബോഡിയിലേക്ക് ഏത് അന്യവസ്തു കയറി വന്നാലും ശരി അവയെ നമ്മൾ എന്താ വിളിക്കുക? ആന്റിജനുകൾ എന്നാ വിളിക്കുക. അപ്പൊ ആന്റിജനുകൾക്കെതിരെ ചില പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. ആര്? ബി ലിംഫോസൈറ്റുകൾ. ആ പ്രോട്ടീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആന്റിബോഡികൾ എന്ന് വിളിക്കും. അപ്പൊ ആന്റിബോഡികളെ നിർമ്മിച്ചുകൊണ്ട് രോഗാണുക്കളെ നശിപ്പിക്കാൻ ആർക്ക് കഴിവുണ്ട്? ലിംഫോസൈറ്റിന്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബി ലിംഫോസൈറ്റിന് കഴിവുണ്ട് അല്ലേ? എന്നാൽ ടി ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത്? വൈറസ്, ക്യാൻസർ, വൈറസ് കോശങ്ങൾക്കെതിരെയും ക്യാൻസർ കോശങ്ങൾക്കെതിരെയും വൈറസിനെയും ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? ടി ലിംഫോസൈറ്റിന് കഴിവുണ്ട്. ടി ലിംഫോസൈറ്റിന് വൈറസിനെയും ക്യാൻസറിനെയും പ്രതിരോധിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ടി ലിംഫോസൈറ്റിനുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലിസൺ മക്കളെ, അതായത് വേറൊന്നുമല്ല, നമ്മുടെ പ്രതിരോധ ശേഷിയെ നമ്മൾ പ്രധാനമായിട്ടും എത്രയാക്കി തരംതിരിച്ചിട്ടുണ്ട്? 2 തരംതിരിച്ചിട്ടില്ലേ? അതിലൊന്നാണ് ഇത് പൊതുവായ പ്രതിരോധം, മറ്റൊന്നായിരുന്നു ഇത് പ്രത്യേക പ്രതിരോധം. രണ്ടും നിങ്ങൾക്കറിയാം. ആ പൊതുവായ പ്രതിരോധത്തിൽ നമുക്കറിയാം കെരാറ്റിന്റെ പ്രതിരോധ പ്രവർത്തനം പൊതുവായതല്ലേ? ദെൻ സ്വാഭാവികമായിട്ടും ലൈസോസൈമിന്റെ പ്രതിരോധ പ്രവർത്തനം പൊതുവായതാണ്. എന്തിനേറെ പറയുന്നു, HCl-ൻ്റെതാണെങ്കിലും മുറിവുണങ്ങലാണെങ്കിലും രക്തം കട്ടപ്പിടിക്കൽ പ്രക്രിയ ആണെങ്കിലും ഒക്കെ പൊതുവായ പ്രതിരോധത്തിന്റെ ഭാഗമല്ലേ? ആ പൊതുവായ പ്രതിരോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ രക്തം കട്ടപ്പിടിക്കൽ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. രക്തം കട്ടപ്പിടിക്കൽ പ്രക്രിയ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. സോ നോർമലി നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ടാവുന്നു. മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുറിഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞ ഭാഗത്ത് ഡാമേജ് ആയ കോശങ്ങളുണ്ട്. കാണുന്നില്ലേ? അങ്കിൾ ഇങ്ങനെയൊക്കെ വരച്ചിരുന്ന് നിങ്ങൾ മറക്കരുത് മക്കളെ, ഇതൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാ. ഇനി അത് മാത്രമല്ല, ആ ഭാഗത്ത് രക്തക്കുഴലുണ്ട്. ഇനി ഈ മുറിഞ്ഞ ഭാഗത്തെ ഡാമേജ് ആയ കോശങ്ങളും അതേപോലെ തന്നെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന പ്ലേറ്റ്ലെറ്റുകളും ചേർന്നിട്ട്, കേട്ടോളെ അടിവരയിട്ട് വെച്ച് പഠിച്ചോ, മുറിഞ്ഞ ഭാഗത്തെ ഡാമേജ് ആയ കോശങ്ങളും പ്ലേറ്റ്ലെറ്റും ചേർന്ന് നിർമ്മിക്കുന്നു ഒരു എൻസൈമിനെ. ചോദിച്ചോ PSC പ്രീവിയസ് ആയിട്ട്. ആ എൻസൈം ഈ കാണുന്ന ഡാമേജ് ആയ കോശവും ഈ കാണുന്ന രക്തക്കുഴലിലൂടെ ഒഴുകുന്ന പ്ലേറ്റ്ലെറ്റും ചേർന്ന് നിർമ്മിക്കുന്ന എൻസൈമാണ് ഇത്. ദ എൻസൈം ഈസ് നോൺ ആസ് ത്രോംബോകൈനേസ് അഥവാ എന്ത് വിളിക്കുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വിളിക്കും. സോ ത്രോംബോകിനേസ് അഥവാ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ എവിടെ നിർമ്മിക്കുന്നുണ്ട്? മുറിഞ്ഞ ഭാഗത്ത് ഡാമേജ് ആയ കോശവും പ്ലേറ്റ്ലെറ്റ് ഒക്കെ ചേർന്ന് നിർമ്മിക്കുന്ന എൻസൈമാണ് ഇത് ത്രോംബോകിനേസ് അഥവാ ത്രോംബോപ്ലാസ്റ്റിൻ. ഈ ത്രോംബോകിനേസ് എന്ത് ചെയ്യുന്നു? നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലിവറിൽ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് പ്രോത്രോംബിൻ ഒരു പ്രോട്ടീനാണ് ലിവറിൽ നിർമ്മിക്കപ്പെടുന്നത്. അതും ആരുടെ? വൈറ്റമിൻ കെയുടെ സഹായത്താൽ ലിവറിൽ നിർമ്മിക്കപ്പെടുന്നു. ഈ പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീനിന്
ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ത്രോംബോകിനേസ് അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ത്രോംബിൻ എന്ന പദാർത്ഥമാക്കി മാറ്റുന്നു. അതിനാരും സഹായിക്കുന്നുണ്ട്? ത്രോംബോപ്ലാസ്റ്റിനോടൊപ്പം ആരുമുണ്ട്? കാൽസ്യവും ഉണ്ട്. കേട്ടോ കേട്ടോ കേട്ടോ, കണ്ടോളെ. മുറിഞ്ഞ ഭാഗത്ത് ഡാമേജ് ആയ കോശവും അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ചേർന്ന് എന്തിനു നിർമ്മിച്ചു? ത്രോംബോപ്ലാസ്റ്റിൻ അഥവാ ത്രോംബോകിനേസ്. സോ നമുക്ക് ത്രോംബോകൈനേസുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചപ്പോൾ ഓപ്ഷനിൽ ത്രോംബോകൈനേസ് ഉണ്ടായിരുന്നത്. അപ്പൊ ത്രോംബോകൈനേസും അതേപോലെ തന്നെ കാൽസ്യവും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ലിവറിൽ നിർമ്മിക്കപ്പെട്ട ആരുടെ? വൈറ്റമിൻ കെയുടെ സഹായത്തോടു കൂടി ലിവറിൽ നിർമ്മിക്കപ്പെട്ട പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ, പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ എന്താക്കി മാറ്റുന്നു? ത്രോംബിനാക്കി മാറ്റുന്നു. ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ത്രോംബിൻ നോർമലി ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ. മക്കളെ പഠിച്ചോളെ ഫൈബ്രിൻ. ഈ ഫൈബ്രിനോജൻ എന്താക്കി മാറ്റുന്നു? ഫൈബ്രിൻ നെറ്റ്വർക്ക് ആക്കി മാറ്റുന്നു. ആ നെറ്റ്വർക്കിനകത്ത് ആരൊക്കെ കുടുങ്ങുന്നു? എടാ ആർ ബി സിയും പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുടുങ്ങുന്നു. തൽഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? രക്തം കട്ടപ്പിടിക്കുന്നു. പിടിച്ചോ? ഒന്നുകൂടെ പറയാം. മുറിഞ്ഞ ഭാഗത്തെ ഡാമേജ് ആയ കോശങ്ങളും പ്ലേറ്റ്ലെറ്റും ചേർന്ന് നിർമ്മിക്കുന്ന എൻസൈമാണ് ഇത് ത്രോംബോകിനേസ് അഥവാ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വിളിക്കും. ആ ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യവും ചേർന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലിവറിൽ നിർമ്മിച്ചിട്ടുള്ള പ്രോട്ടീനായ പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിൻ എന്ന പദാർത്ഥമാക്കി മാറ്റുന്നു. സ്റ്റെപ്പ് നമ്പർ 2, ഈ ത്രോംബിൻ ബ്ലഡിലെ പ്ലാസ്മ പ്രോട്ടീനായ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നെറ്റ്വർക്ക് ആക്കി മാറ്റും. ആ നെറ്റ്വർക്കിനകത്ത് ആര് കുടുങ്ങും? RBCയും പ്ലേറ്റ്ലെറ്റും കുടുങ്ങുന്നു. തൽഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? രക്തം കട്ടപ്പിടിക്കും. ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഓക്കെ, മാറ്റമൊന്നും ഉണ്ടാവരുത്. ഇനി രക്തം കട്ടപ്പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ രക്തം കട്ടപ്പിടിച്ചില്ല എന്ന് കരുതുക. സോ ഇതൊക്കെ നിങ്ങൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാവും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോപ്ലാസ്റ്റിൻ അഥവാ ത്രോംബോകൈനേസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന അയോൺ ആണ് കാൽസ്യം അയോൺ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ എന്നൊക്കെ. സോ ഇത് ഈ രീതിയിൽ തന്നെ ശാസ്ത്രീയമായിട്ട് പഠിക്കണേ. ഇനി അത് മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ്, അതായത് മുറിഞ്ഞ ഭാഗത്ത് രക്തം കട്ടപ്പിടിച്ചില്ല എന്ന് കരുതുക. അതാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഡാറ്റ. മുറിഞ്ഞ ഭാഗത്ത് രക്തം കട്ടപിടിച്ചില്ല. നിങ്ങൾക്കറിയാം രക്തം കട്ടപിടിക്കാൻ ഏകദേശം എത്ര സമയം വേണ്ടി വരും? ഓർത്ത് വെച്ചോ. മുറിഞ്ഞ ഭാഗത്ത് ഏകദേശം 2 മുതൽ 7 മിനിറ്റ് വരെ എന്തുണ്ടാകുന്നു? രക്തസ്രാവം ഉണ്ടാകുന്നു. 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവം ഉണ്ടാകുന്നു. എന്നാൽ ഏകദേശം 8 മുതൽ 15 മിനിറ്റ് കൊണ്ട് മുറിഞ്ഞ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? രക്തം കട്ട പിടിക്കുന്നു. മറക്കരുത്, അടിവരയിട്ട് വെച്ച് പഠിച്ചോ. മുറിഞ്ഞ ഭാഗത്ത് ഏകദേശം 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവം ഉണ്ടാകും. എന്നാൽ 8 മുതൽ 15 മിനിറ്റ് കൊണ്ട് മുറിഞ്ഞ ഭാഗത്ത് രക്തം കട്ടപ്പിടിക്കും. ഇനി കട്ടപ്പിടിച്ചില്ല എന്ന് കരുതുക. കട്ടപ്പിടിച്ചില്ലെങ്കിൽ അത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ഇത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ടെസ്റ്റ്. കേട്ടോളെ, ആക്ടിവേറ്റഡ് കേട്ടോ മറക്കരുതേ. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ടെസ്റ്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആപ്റ്റ് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചോ. എനിവേ, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ടെസ്റ്റിലൂടെ നമുക്ക് എന്ത് നിർണ്ണയിക്കാം? എന്തുകൊണ്ടാണ് മുറിഞ്ഞ ഭാഗത്ത് രക്തം കട്ട പിടിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ടെസ്റ്റ്. ഈ ടെസ്റ്റിന്റെ സാധാരണ മൂല്യം 30 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെയാണ്. അടിവരയിട്ട് വെച്ച് പഠിച്ചോ. ഞാൻ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇമേജ് അടക്കം ഇവിടെ വെച്ചത് നിങ്ങൾ അത്ര പോലും അത് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാ. വേറെ എവിടെ നിന്ന് ഞാനിതൊന്ന് ചൊവ്വയെന്ന് എടുത്തോണ്ടോന്നല്ല മക്കളെ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മനസ്സിലാക്കി വെച്ചോളെ. അടിവരയിട്ട് വെച്ച് പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമുക്ക് അടുത്ത ഡാറ്റയിലേക്ക് പോകാം. സോ BCG വാക്സിൻ, OPV വാക്സിൻ, പെൻഡാവലൻ വാക്സിൻ, MMR വാക്സിൻ, TT വാക്സിൻ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. വാക്സിനുകളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ, OPV വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ ആണ്. പെൻഡാവലൻ വാക്സിൻ 5 രോഗങ്ങൾക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ ആണിത്, പെൻഡാവലൻ വാക്സിൻ. എന്ന MMR വാക്സിൻ മംസ്, മീസൽസ്, റുബല്ല എന്നീ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണിത്, MMR വാക്സിൻ. ദ നെക്സ്റ്റ് വൺ TT വാക്സിൻ അഥവാ ടെറ്റനോടോക്സോയിഡ് വാക്സിൻ. സോ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന രോഗത്തിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ ആണിത് TT വാക്സിൻ അഥവാ ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ എന്ന് വിളിക്കും. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡാറ്റയാണ് ഇത്. ഓർത്ത് വെച്ചോ, ആന്റിബയോട്ടിക്കുകൾ.
എന്താണ് ആന്റിബയോട്ടിക്കിന്റെ പ്രത്യേകത? ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. 1928 ആദ്യമായിട്ട് ആന്റിബയോട്ടിക് നിർമ്മിച്ചെടുത്ത ആരാണ്? നമ്മുടെ അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ്. പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിച്ചെടുത്ത ആന്റിബയോട്ടിക് ആണ് ഇത് പെൻസിലിൻ അല്ലെ. സോ പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് ആദ്യമായിട്ട് ആര് നിർമ്മിച്ചെടുത്തു? അലക്സാണ്ടർ ഫ്ലമിംഗ് നിർമ്മിച്ചെടുത്തു. അത്തരത്തിൽ ആന്റിബയോട്ടിക്കുകൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ദൂഷ്യഫലമുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ഉണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ സ്ഥിരമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രോബ്ലംസ്, ആന്റിബയോട്ടിക്കുകൾ എന്തിനെതിരെ? രോഗാണുക്കൾക്കെതിരെ, അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് നിങ്ങൾക്കറിയാം ബാക്ടീരിയകൾക്കെതിരെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ആ ആന്റിബയോട്ടിക്കുകൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക്കുകളെ ചെറുത്ത് നിൽക്കാനുള്ള പ്രതിരോധ ശേഷി ആര് നേടിയെടുക്കും? ബാക്ടീരിയകൾ നേടിയെടുക്കും. ആന്റിബയോട്ടിക്കുകളുടെ തുടർച്ചയായ ഉപയോഗം മൂലം ബാക്ടീരിയകൾ ആ ആന്റിബയോട്ടിക്കിനെ നേരിടാനുള്ള, അതിജീവിക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള ശേഷി ബാക്ടീരിയകൾ നേടിയെടുക്കും. എന്നാൽ രണ്ടാമത്തെ പ്രത്യേകത, ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായിരിക്കുന്ന കുറച്ച് ബാക്ടീരിയകൾ നമ്മുടെ കുടലിലൊക്കെ ഉണ്ട് അല്ലെ. ആ കുടലിൽ കാണുന്ന ബാക്ടീരിയകളൊക്കെ വൈറ്റമിൻ കെ പോലെയുള്ള വൈറ്റമിൻസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെച്ചോ, ആന്റിബയോട്ടിക് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോയിന്റ് നമ്പർ 1 നമുക്കറിയാവുന്ന കാര്യം, ബാക്ടീരിയകൾ ആ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷി നേടിയെടുക്കും. 2, നമുക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ഒരുപാട് ബാക്ടീരിയകൾ നമ്മുടെ കുടലിലൊക്കെ ഉണ്ട്. ആ ബാക്ടീരിയകളൊക്കെ എന്തായിപ്പോ നശിച്ചു പോകും. 3, ആ ബാക്ടീരിയ നശിക്കുന്നത് മൂലം എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ കെയുടെ ഒക്കെ അഭാവം ഉണ്ടായേക്കാം. സോ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങളാണ് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓർത്തു വെക്കണേ, സ്ഥിരമായ ഉപയോഗം മൂലം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരായ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നു. അതായത് ബാക്ടീരിയകളൊക്കെ ആന്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ പ്രതിരോധ ശേഷി നേടിയെടുക്കും. രണ്ടാമത്തെ പ്രത്യേകത, ശരീരത്തിൽ ഉപകാരപ്രദമായിരിക്കുന്ന ബാക്ടീരിയകളൊക്കെ എന്തായിപ്പോ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ കെയുടെ ഒക്കെ അഭാവം, ചില വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? കുറയുന്നു. ഇതൊക്കെ എന്താണ്? ആന്റിബയോട്ടിക്കിന്റെ തുടർച്ചയായ ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മള് ബയോളജിയുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4 ചാപ്റ്റേഴ്സ് ആണ് പെട്ടെന്ന് കവർ ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കിയ മക്കളെ, പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ക്ലാസ്സുകളും ഇങ്ങനെയുള്ള നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ പ്രപ്പ് സ്കെയിൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന LPSI UPSIയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, എനിവേ അടുത്ത ക്ലാസ്സിൽ, അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട്, സോ ഇപ്പൊ നമ്മൾ 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് അടുത്ത 4 ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം ഉടനടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും ബൈ.